എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് നോക്കാം. ഞാനിന്നിവിടെ കാണിക്കുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ചിക്കൻ റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ നാടൻ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ചെറിയ കോളിഫ്ലവർ ആണ്. ഇത് ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോളിഫ്ലവറൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യമായിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയൻസിന് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഈ മുട്ട ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റായി കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാറ്ററിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒരുപാട് തിക്നെസ് ഇല്ല, അത്യാവശ്യം ഒരു തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 തവണകളായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട, ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഇത്
ക്രഷ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഞാനിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഫ്ലേവർ ഇതിന് കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കറിവേപ്പില എനിക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇത് ഫ്രീസറിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്താൽ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം കോളിഫ്ലവറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. നല്ല മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇത് ഗരം മസാലയാണ്, ഫ്രഷായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ടിളക്കരുത്, ഇടയ്ക്കാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു റോസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ട് പറ്റും. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതേസമയം വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതി ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതാണ്. പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക് യു.